വർക്ക് എനർജി പ്രിൻസിപ്പിൾ പഠിക്കാം. അതിന് വേണ്ടിയിട്ട് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. എനർജി എന്ന് പറഞ്ഞാൽ ഈസ് എ കപ്പാസിറ്റി ടു ഡു വർക്കാണ്. ഓക്കെ, എനർജി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു ഡു വർക്ക് ഡൺ എന്താണെന്ന് നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ നമുക്ക് വർക്ക് എനർജി പ്രിൻസിപ്പിൾ പഠിക്കാം. സോ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ വർക്ക് ഡൺ ബൈ എ സിസ്റ്റം ഓഫ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഡ്യൂറിങ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ബോഡി ഡ്യൂറിങ് ദ സെയിം ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, സിമ്പിളായി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. വർക്ക് എനർജി പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഡൺ ബൈ എ ബോഡി ഓൺ ദി work done by a force on the body will be equal to change in kinetic energy. Okay, work done by a force on the body will be equal to change in kinetic energy of the body during the same displacement. Okay, അപ്പോൾ അത് എൻ്റെ പ്രൂഫ് എന്താണെന്ന് നമുക്ക് നോക്കാം. Okay, we are considering a body of mass m moving with an initial velocity u. Okay, and s be the displacement and v be the final velocity. Okay, m is the mass, u and v are velocities, initial and final velocity, s is the displacement. Okay, now let f be the resultant force acting on the body in the direction of displacement. Force body active force ആണ് f എന്നാണ്. ഇനി നമുക്കറിയാം ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ട് f is equal to m എന്ന് എഴുതാം. ആ m a എന്നുള്ളതിൽ a-നെ നമുക്ക് dv/dt എന്ന് എഴുതാം അല്ലേ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഇനി ഇതിനെ ഞാൻ ഈ dv/dt-നെ ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തതാണ്. ഒരു ds/ds വെച്ചിട്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തത് dv/ds ഇൻറ്റു ds/dt. ഒരു ചേഞ്ചും ഇല്ല, ds വെച്ചിട്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം, m ഇൻറ്റു dv/ds ഇൻറ്റു ds/dt എന്ന് പറഞ്ഞാൽ എന്താ, അത് വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ m ഇൻറ്റു v ഇൻറ്റു dv/ds എഴുതി. ഓക്കെ, ഇനി ആ ടേം ഇപ്പോൾ എന്താ, f ഇസ് ഈക്വൽ ടു എം വി ഇൻറ്റു dv/ds ആണ് അല്ലേ. ഈ ds അടിയിലുള്ള dsനെ ഞാൻ ലെഫ്റ്റിലേക്ക് എടുത്തു. അപ്പോൾ എന്ത് കിട്ടും, f ഇൻറ്റു ds ഈക്വൽ ടു എം വി ഇൻറ്റു ഡി വി. അതാണ് എഴുതിക്കുന്നത്, എഫ് ഇൻറ്റു ഡി എസ് ഈക്വൽ ടു എം വി ഇൻറ്റു ഡി വി. ഇനി ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ എഫ് ഡി എസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എം വി ഡി വി എന്ന് കിട്ടും. ലിമിറ്റ് കൊടുക്കുകയാണ്. ഇവിടെ ഡി എസ് ആണ് വേരിയബിൾ. അപ്പോൾ ഡി എസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് ആയതുകൊണ്ട് 0 തൊട്ടിട്ട് മാക്സിമം എസ് വരെ വേരി ചെയ്യാം. അതുപോലെ ഇവിടെ ഡി വി ആണ് വേരിയബിൾ. ഇവിടെ ഇനിഷ്യൽ വെലോസിറ്റി യു തൊട്ട് ഫൈനൽ വെലോസിറ്റി ക്യാപിറ്റൽ വി വരെ വേരി ചെയ്യാം. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം, ഇവിടെ ഈ റൈറ്റ് സൈഡിലെ ടേമിനെ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. അതിൽ എം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അതിനെ ഞാൻ പുറത്തെടുത്തു. സോ എം ഇൻറ്റു ഇൻറ്റഗ്രൽ യു ടു വി ഓഫ് വി ഡി വി എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ഇൻറ്റഗ്രേഷൻ ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോഴത്തേന് എഫ് ഇൻറ്റു ഡി എസ്, ഡി എസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എസ് കിട്ടും. അതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 to s ആണ്. അപ്പോൾ നമുക്ക് എഫ് ഇൻറ്റു എസ് എന്ന് തന്നെ കിട്ടും. ഇനി റൈറ്റ് സൈഡിൽ എം ഇൻറ്റു വി ഇൻറ്റു ഡി വി ആണ്. വി ഇൻറ്റു ഡി വിയുടെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് v²/2 ആണ്. അതിവിടെ എഴുതി v²/2 ഫോർ ദ ലിമിറ്റ് യു ടു വി. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, എം ഇൻറ്റു v²/2 മൈനസ് u²/2 എന്ന് കിട്ടും. അതായത് എം ഇൻറ്റു v² മൈനസ് u²/2. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എഫ് ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഈ ടേമിനെ ഞാൻ എഴുതുവാണ്. ഇവിടെ എന്താ എഴുതിക്കണം, 1/2 ഓഫ് എം വി സ്ക്വയർ എന്നാണത് അല്ലേ. അപ്പോൾ അത് ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതി. മൈനസ് ഇത് അഗെയിൻ 1/2 ഓഫ് എം യു സ്ക്വയർ. സോ ഹാഫ് എം യു സ്ക്വയർ എന്ന് എഴുതി. ഇനി ഇതെന്ത് ടേമാണ്, ഹാഫ് എം വി സ്ക്വയർ അല്ലെ ഹാഫ് എം യു സ്ക്വയർ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയാണ്. സോ ഹാഫ് എം വി സ്ക്വയർ എന്ന് പറയുന്നത് ഫൈനൽ കൈനറ്റിക് എനർജിയും ഹാഫ് എം യു സ്ക്വയർ എന്ന് പറയുന്നത് ഇനിഷ്യൽ കൈനറ്റിക് എനർജിയാണ്. സോ എഫ് ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു, ഈ കിട്ടിയിരിക്കുന്ന ടേം എന്താണ് ബ്രാക്കറ്റിനുള്ളത്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ്. കാരണം ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ഇതാണ് നമ്മളുടെ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സോ ഇതാണ് നമ്മൾ വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഒരു ഫോഴ്സ് ഒരു ബോഡിയിൽ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദാറ്റ് ഫോഴ്സ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ദ കൈനറ്റിക് എനർജി. സോ ഇതാണ് നമ്മുടെ പ്രൂഫ്. ഇത് നിങ്ങൾ പഠിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, എഫ് ഇൻറ്റു എസ് ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. ഓക്കെ, സോ അതേപോലെ നമുക്ക് നോക്കാം എവിടെ നിന്നാണ് തുടങ്ങിയത്, ന്യൂട്ടൺ സെക്കൻഡിൽ എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ. അതിൽ എനെ നമ്മൾ എം ഇൻറ്റു ഡി വി/dt എന്ന് എഴുതി. dv/dt-നെ വീണ്ടും ds/ds വെച്ച് ഇൻറ്റു ചെയ്തു, റീഅറേഞ്ച് ചെയ്തു. എന്നിട്ട് എഫ് ഇൻറ്റു ഡി എസ് ഈക്വൽ ടു എം വി ഡി വി എന്ന് എഴുതി. അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യിപ്പിച്ചു. രണ്ട് സൈഡിൽ ലിമിറ്റ് അപ്ലൈ ചെയ്തു. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഓക്കെ, ഇത് പഠിക്കണം. അപ്പോൾ ഇത് വെച്ചൊരു സിമ്പിൾ പ്രോബ്ലം ഇവിടെ എഴുതിയിട്ടില്ല, ഒന്ന് നോക്കുക. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് വെൻ ഇറ്റ് ഈസ് പുള്ളിങ് എലോങ് ആൻ ഇൻക്ലൈൻ പ്ലെയിൻ ഓഫ് 20 ഡിഗ്രി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് ഡി-എലംബർട്ട്സ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ബോഡി ഇങ്ങനെ ഒരു ഇൻക്ലൈൻ പ്ലെയിനിൽ വെക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് കോമ്പൗണ്ട് W sin θ താഴത്തേക്ക് ആക്ട് ചെയ്യും.
ഓക്കെ. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇവിടെ ഒറ്റ ഫോഴ്സേ ഉള്ളൂ. സോ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈ ഫോഴ്സ് കാരണമാണ്. സോ ഡബ്ല്യു സൈൻ തീറ്റ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ ഇതാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഡബ്ല്യു സൈൻ തീറ്റ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഇവിടുത്തെ വർക്ക് ഡൺ. ഓക്കെ, ക്ലിയർ?